പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതുകൂടാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് വളരെ ശ്രദ്ധിക്കണം. ലിപ്സ്റ്റിക്ക് മാത്രമല്ല, സ്കിൻ കെയർ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം, സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ക്രീംസും ആണെങ്കിലും വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ് ബിഫോർ യൂസിങ്. വൺ മാൻ ഷോ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പുള്ളിയുടെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നേടണം. പുള്ളി ഫുഡിനെ പറ്റിയിട്ടാണ് കൂടുതലും പറയുന്നത്. എന്നാലും എല്ലാ ഫുഡും മറ്റുള്ളതൊക്കെ പറയാറുണ്ട്. നമ്മളപ്പോൾ ഞാൻ പറയുക, നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും ഇൻഗ്രീഡിയൻസ് നോക്കി നാച്ചുറലാണ്, ഹാംഫുൾ ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി നമ്മൾ കൺസ്യൂമേഴ്സ് അത് നോക്കി വാങ്ങിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് അത് എന്താ പറയുക, മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു മാറ്റം വരുത്താനായിട്ട് ഇടയാവും. ബിക്കോസ് നമ്മളത് വാങ്ങിക്കുന്നില്ല. പിന്നെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കൺസ്യൂമേഴ്സ് കണ്ട് മനസ്സിലാക്കി ഇന്ന ഇൻഗ്രീഡിയൻസ് കണ്ടുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാതിരുന്നാൽ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ലാഭമില്ല. അപ്പോൾ അതുകൊണ്ട് അവരും നാച്ചുറലി ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഓരോ സാധനങ്ങൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ വേണം താനും. നമ്മളങ്ങനെ അനാവശ്യമായിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വരുത്തിച്ച് നമ്മൾ അസുഖം വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പം വലിയ കമ്പനീസൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്, അതിൽ കെമിക്കൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ടെങ്കിലും അവരൊന്നും നിയമപരമായിട്ട് നേരിടാൻ ആരുമില്ല. സോ ദേ ഹാവ്, അവർക്ക് അതിൻ്റെ പവറുണ്ട്. സോ അവർ വെച്ചിട്ട് അതെല്ലാം മാറ്റിക്കളയും. സോ നമ്മൾ മാറിയാൽ നമുക്ക് നല്ലത്. സോ ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ബൈ ഇഫ് ഇറ്റ് ഇസ് ഗുഡ്. ഞാൻ എൻ്റെ റിവ്യൂ വേറെ വീഡിയോയിൽ പറയാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ലിപ് ബാമാണ്, ലിപ് കളർ ബാമാണ്. ഇത് ആക്ച്വലി ഞാൻ ബാമാണ്, എനിക്കൊരു ഗിഫ്റ്റ് ഇതായിട്ടത്. ഇത് ഞാൻ ബാമാണെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. ബാം മീൻസ് ചുമ്മാ ലിപ്പിലിടുമ്പോൾ ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ആളാണ്. പക്ഷേ ആക്ച്വലി